ഒരു ലക്ഷ്യമാണ് മുസ്ലിം ചെറുപ്പക്കാരെ മൗദൂദിയൻ ആശയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം, വേറെ ഒന്നുമില്ല. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓരോ പ്രവർത്തനങ്ങളും വെറുതെ ഞങ്ങൾ പറയുന്നില്ല. ഈ ഒരു പറയുന്ന പ്രസ്ഥാനം, അത് NDF ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, SDPI എന്ന് പറയുന്ന സുഡാപ്പി ആവട്ടെ, ഏത് പ്രസ്ഥാനമാവട്ടെ, ആ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ലക്ഷ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാമിന്റെ ഏതോ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുമ്പ് അഫ്ഗാനിൽ താലിബാൻ വന്ന സമയത്തും നമ്മുടെ കുറെ ചെറുപ്പക്കാർ പറഞ്ഞില്ലായിരുന്നോ ഈ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ആവശ്യം? കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി, പലരും പറഞ്ഞു അത് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയായിരുന്നു, അമേരിക്കക്കാരുടെ സൃഷ്ടിയായിരുന്നു എന്ന്. എന്തിന്? അവിടെ റാത്തീബും ഹദ്ദാദും മൗലിദും കടിച്ചുകൊണ്ട് റഷ്യൻ ചെമ്പടക്കെതിരെ പോരാടിയിരുന്ന മനുഷ്യരെ തകർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരന് ആയുധം കൊടുത്തുകൊണ്ട് താലിബാൻസ് എന്ന് പറയുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാരുടെ അതല്ലെങ്കിൽ അമേരിക്കക്കാരന്റെ അടുത്ത് പോയിട്ട് വിദ്യാഭ്യാസം വാങ്ങി വന്ന യേശുവിന്റെ മുഖമുള്ളയാളെന്ന് അമേരിക്കക്കാരൻ തന്നെ വാഴ്ത്തിയ ബിൻ ലാദൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടുവന്ന് അന്ന് അവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അന്ന് നമ്മളൊക്കെ വിചാരിച്ചു സംഗതി ശരിയാ. ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു, ഈ ബിൻ ലാദൻ എന്ന് പറയുന്ന മനുഷ്യൻ അത് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പിണിയാളാണ് എന്ന്. അതുപോലെ ഞങ്ങൾ പറയുന്നു, ഇവിടെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ മുഴുവനും ഈ ഒരു ഫ്രണ്ട്സ് കുടുംബത്തിൽപ്പെട്ട ഏത് പ്രസ്ഥാനങ്ങളുണ്ടോ ആ പ്രസ്ഥാനം മുഴുവനും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പറ്റുമോ? പറ്റില്ല. വെറുതെ ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. എന്തേ കാരണം? വെറുതെ ഞങ്ങൾ പറഞ്ഞു പോകാത്തത് ധാരാളം ഇതേക്കുറിച്ച് അല്ലാതെ പറയാനുള്ളത് കൊണ്ടാണ്, ധാരാളം പറയാനുള്ളത് കൊണ്ടാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരേ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. തൊട്ടടുത്ത് കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ. കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് 1925 RSS രൂപീകരിച്ച് പിൽക്കാലത്ത് ജനസംഘത്തിലൂടെ BJPയിലൂടെ വളർന്നു വന്ന് ഒരുപാട് അധ്വാനിച്ചിട്ടും RSSകാരന്റെ ഭരണം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഹെഗ്ഡെ എന്ന് പറയുന്ന ജനതാദളിന്റെ അന്നത്തെ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി ചില BJP MLAമാര് ഭരണത്തിൽ പങ്കാളിയായി എന്നല്ലാതെ ഈ അടുത്ത കാലം വരെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നിരുന്നില്ല. BJP ഇപ്പൊ അധികാരത്തിൽ വന്നു. യെദ്യൂരപ്പയാണ് ഭരിക്കുന്നത്. ആ യെദ്യൂരപ്പയാണ് മഅദനി സാഹിബിനെ നേരെ ചുരം കടത്തിയിട്ട് കൊണ്ടുപോയത്. ആ യെദ്യൂരപ്പയാണ് ഇവിടെയുള്ള മുസ്ലിം പത്രക്കാരെ, ഷാഹിനെ അടക്കമുള്ള ആളുകളെ വരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ യെദ്യൂരപ്പയെ അധികാരത്തിൽ കയറ്റിയ ആളുകൾ ആരാണ് എന്ന് ഇവര് പറയുന്നത് നമ്മൾ കേൾക്കണം. എന്നോട് NDFന്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഞങ്ങളാണ് യെദ്യൂരപ്പയെ അധികാരത്തിൽ കയറ്റിയത്. മെമ്പർഷിപ്പുള്ള പ്രവർത്തകൻ, ബൈഅത്ത് ചെയ്ത പ്രവർത്തകൻ, ഇന്നും ഒരു മേഖലയിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ. ആ പ്രവർത്തകൻ പറഞ്ഞു, യെദ്യൂരപ്പ അധികാരത്തിൽ കയറാൻ ഞങ്ങളാ കാരണക്കാര്. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മറ്റു രൂപം കർണാടകയിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ കർണാടകയിൽ ഏകദേശം വരുന്ന 60% വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ 10,000-ന്റെയും ഇടക്ക് ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നത്, അതുപോലെ ജനതാദൾ അധികാരത്തിൽ വന്നത്. ഒരു കൊല്ലം ജനതാദൾ വരുന്നു, അടുത്ത കൊല്ലം കോൺഗ്രസ് വരുന്നു, ചെറിയ ഭൂരിപക്ഷത്തിന്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൈസൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ SDPIക്കാരൻ ചില മുസ്ലിം ജനസമിതിയുള്ള ആളുകളെ കൊണ്ടുപോയി സ്വതന്ത്രമാരാക്കി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? മതേതര പക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ അവിടെ ഛിന്ന ഭിന്നമായി. മതേതര പക്ഷത്തിന് കിട്ടേണ്ട വോട്ടാ പോയത്, കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് പോയി, ജനതാദളിന് കിട്ടേണ്ട വോട്ട് പോയി. ആ രണ്ട് ഭാഗത്തു നിന്നും 5,000-വും 10,000-വും വോട്ട് ഈ ഭാഗത്തേക്ക് മറിച്ചു കൊണ്ടുവന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കേരളക്കരയിൽ നിന്നും NDFകാർ പ്രവർത്തകന്മാരെ ചുരം കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പ്രവർത്തിച്ചു. വേണ്ട രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് MLAമാരുണ്ടാവണം, ബാംഗ്ലൂരിലെ വിധാൻസഭയിൽ ആ മെമ്പർമാരുണ്ടാകാൻ വേണ്ടിയിട്ട് ആവശ്യമായ പണികൾ നമ്മൾ ചെയ്യണം. പാവപ്പെട്ട മുസ്ലിങ്ങൾ, കേരളക്കരയിലെ അത്രയൊന്നും പ്രബുദ്ധരല്ലാത്ത, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ അവർ വോട്ട് ചെയ്തു. ഈ മനുഷ്യർക്ക് വോട്ട് ചെയ്തു. എന്ത് സംഭവിച്ചു? ത്രികോണ മത്സരങ്ങളായിരുന്നു മുഴുവൻ സ്ഥലങ്ങളിലും നടന്നിരുന്നത്. ഒരു ഭാഗത്ത് BJP ആയിരുന്നു, ഒരു ഭാഗത്ത് ജനതാദളായിരുന്നു, ഒരു ഭാഗത്ത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും വോട്ടുകളിൽ നിന്ന് അടർത്തിയെടുത്ത വോട്ട്
ഈ ഒരു ചെറിയ ടീം സ്വതന്ത്രന്റെ കുപ്പായമിട്ടുകൊണ്ട് പോയി നിന്ന ആളുകൾ അവർ വാങ്ങിയപ്പോൾ ജനതാദൾ തോറ്റു, കോൺഗ്രസ് തോറ്റു. അവസാനം ആരധികാരത്തിൽ വന്നു? യെദ്യൂരപ്പ കൂളായിട്ട് തമ്പി കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ട് വിധാനസഭയിൽ ഇന്ന് വിരാജിച്ചുകൊണ്ടിരിക്കുക. ഇവര് പറഞ്ഞു, ഞങ്ങൾ എന്തിനാ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഷോക്കിന് വേണ്ടി ചെയ്തതാ. കോൺഗ്രസിനും ജനതാദളിനും ഒക്കെ ഒരു ഷോക്ക് കൊടുത്തതാ. അതാ പറഞ്ഞു കൊടുത്തത്. പണ്ട് ഫക്കീർ പാപ്പനെ കൊന്ന സമയത്തും പറഞ്ഞത് അതാ, ഷോക്ക് കൊടുത്തതാ. നിങ്ങൾക്കറിയോ ഫക്കീർ പാപ്പനെ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പുതുപ്പാടി പഞ്ചായത്തിലെ ഈങ്ങാപ്പുഴയിൽ ഫക്കീർ പാപ്പ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ കേരളത്തിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ സൂഫിയാണോ വലിയാണോ ഔലിയാണോ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ മനുഷ്യൻ പോകുന്ന സ്ഥലത്തൊക്കെ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാര് ഒരുപാട് മുസ്ലിങ്ങൾ പോയിരുന്നു ഫക്കീർ പാപ്പയെ കാണാൻ. ഫക്കീർ പാപ്പ ഏത് സ്ഥലത്ത് വന്നാലും, കരുവമ്പൊയിൽ വരട്ടെ അതല്ലെങ്കിൽ കൊടുവള്ളി വരട്ടെ, എവിടെ വന്നാലും ചെയ്യുന്നൊരു പണിയുണ്ടായിരുന്നു. അയാൾ ചെല്ലുന്ന സ്ഥലത്ത് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് ആദ്യമായിട്ടൊരു കിണർ കുഴിക്കും. ആ കിണർ കുഴിച്ചിട്ട് എന്ത് ചെയ്യും? തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളോടൊക്കെ പറയും, ആ കിണറ്റ് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തോളാൻ പറയും. കുപ്പിയിലും കന്നാസിലും ആളുകൾ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കുപ്പിയിലും കന്നാസിലും വെള്ളം കൊണ്ടുവന്ന് ആ കൊണ്ടുവരുന്ന വെള്ളം അതിലേക്ക് ഫക്കീർ പാപ്പ എന്തോ ചൊല്ലിയോ ചൊല്ലാതെയോ ഊതിക്കൊടുക്കും. ചൊല്ലാതിരിക്കട്ടെ, അതിലേക്ക് ഊതിക്കൊടുക്കും. ആളുകൾ അടപ്പെട്ടത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ മക്കൾക്ക് പനി മാറാൻ അത് മരുന്നായിട്ട് ഉപയോഗിച്ചു. അവരുടെ അസുഖങ്ങൾ മാറാൻ അവര് ഏറ്റവും നല്ല ഔഷധമായിട്ട് ആ വെള്ളം ഉപയോഗിച്ചു. ചില ആളുകൾക്ക് അസുഖം മാറി, ചിലവർക്ക് മാറിയില്ല. ഫക്കീർ പാപ്പ പുതുപ്പാടിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി, വേറെ പലയിടത്തും പോയി. പാലക്കാട് ജില്ലയിൽ ജീവിക്കുന്ന സമയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചില പരിപാടികളിലൊക്കെ ആ കാലത്ത് ഫക്കീർ പാപ്പയെ അവർ പങ്കെടുപ്പിച്ചിരുന്നു. ദുആ ചെയ്യാൻ വേണ്ടിയും ആശീർവാദം വാങ്ങാൻ വേണ്ടിയൊക്കെ പോയിരുന്നു. ഒരു രാത്രി ഫക്കീർ പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെട്ടു. വെട്ടി കൊത്തി നുറുക്കിയിട്ട് ഫക്കീർ പാപ്പ എന്ന് പറയുന്ന ഈ വയസ്സായ മനുഷ്യനെ കൊന്നു. പാലക്കാട് ജീവിക്കുന്ന കാലത്ത് LDF കാരൻ പറയട്ടെ, ആരാ കൊന്ന്? അവരവരുടെ പാർട്ടിയുടെ ഉള്ളിലെ യോഗങ്ങളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു അബദ്ധം പറ്റിയതാ, നമ്മൾ കൊല്ലാൻ വിചാരിച്ചിട്ടില്ല, ഒന്ന് ഭീഷണിപ്പെടുത്താൻ വിചാരിച്ചതാ. ഫക്കീർ പാപ്പ ചെയ്ത തെറ്റെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഫക്കീർ പാപ്പ ഇവിടെയുള്ള മാഫിയ തലവനൊന്നുമല്ല, റിയൽ എസ്റ്റേറ്റ് ഭീകരനൊന്നുമല്ല ഫക്കീർ പാപ്പ. ഫക്കീർ പാപ്പയുടെ ലോട്ടറി കച്ചവടക്കാരനല്ല. അബുക്കാരി തലവനായിട്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ കള്ളു കുടിപ്പിച്ചിട്ട് ആ രൂപത്തിൽ കൊല്ലുന്ന മനുഷ്യനൊന്നുമല്ല ഫക്കീർ പാപ്പ. ഫക്കീർ പാപ്പ ഒറ്റ പണിയേ ചെയ്തിട്ടുള്ളൂ. തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഔഷധമായിട്ട് പച്ചവെള്ളം കൊടുത്തു. പച്ചവെള്ളം കുടിച്ച് കുറെ ആളുകൾക്ക് സുക്കേട് മാറിയെങ്കിൽ ആ മനുഷ്യന്മാരുടെ കാശ് നഷ്ടപ്പെടുന്നതിൽ നിന്ന്, ഇവിടെയുള്ള ഒരുപാട് മരുന്ന് കമ്പനികളുടെ രാസവസ്തുക്കൾ പള്ളയിലാക്കുന്നതിൽ നിന്ന് ആ മനുഷ്യര് രക്ഷപ്പെടുകയും പൈസ ലാഭം കിട്ടുകയും ചെയ്തിട്ടില്ലേ? ഈ ഒരു പണി ആരാദ്യം കാണിച്ചു തന്നത്? ആദ്യം കാണിച്ചത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, തലയും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം തെളിവുകൾ ഇതിന് കാണാൻ കഴിയും. ഈ ഒരു പണി ചെയ്തു എന്ന ഒരേ ഒരു കാരണത്താൽ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന മനുഷ്യനെ LDFന്റെ ആളുകൾ പോയിട്ട് കൊത്തി നുറുക്കി കൊന്നുകളഞ്ഞു. ഇല്ലായിരുന്നോ? ഫക്കീർ പാപ്പ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു ചെറിയ ചര്യ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് ഞാൻ പറയുന്നത്. ആ ഫക്കീർ പാപ്പയെ കൊന്നതിന് ശേഷം പാർട്ടി ഫോറത്തിലെ ചില സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ചോദിച്ചു, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായി വിശദീകരണം ചെയർമാന്റെ വക ഉണ്ടായിരുന്ന വിശദീകരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് അബദ്ധം പറ്റിപ്പോയതാ. ഒന്ന് കണ്ണുരുട്ടാനേ ഞങ്ങളന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ളൂ. കണ്ണുരുട്ടാൻ പറഞ്ഞപ്പോ പോയിട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ, നിങ്ങൾക്ക് ജീവിതകാലം ഖിയാമത്ത് നാൾ വരെ ആ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന നിഷ്കളങ്കരായ മനുഷ്യൻ, അയാൾ ആരാവട്ടെ, അയാളെ കൊന്നിരിക്കുന്ന ആ ചോരയുടെ പാപക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? മറുപടി പറയണം നിങ്ങൾ. ആ മനുഷ്യനെ കൊന്നതിൽ നിന്ന് 6-7 വർഷം മുമ്പ് കൊത്തി നുറുക്കി കൊന്ന് യമപുരിക്ക് അയച്ചതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മറുപടി പറയേണ്ടത് LDF കാരനാണ്, മറുപടി പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, മറുപടി പറയേണ്ടത് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് പറഞ്ഞതുപോലെ കർണാടകയിലെ വിധാനസഭയിൽ യെദ്യൂരപ്പ കയറിയിട്ട് കുഴപ്പമുണ്ടാക്കി തുടങ്ങിയപ്പോഴേ അപ്പം മനസ്സിലാക്കുന്നത് നമ്മളൊരു ഷോക്ക് കൊടുത്തതാന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ച്, അവിടെയുള്ള മതേതര സ്വഭാവമുള്ള വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ ശരിയാണെങ്കിൽ ചെയ്തത് മഹാബത്താണ്. അല്ലെങ്കിലോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പഴയ കഥാപാത്രം പോലെ ഈ ചെറുപ്പക്കാരൻ LDF കാരന് പറഞ്ഞത് തെറ്റാണെങ്കിൽ
എന്താ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പഴയ കഥാപാത്രം പറയുന്നത്? ആടെ പെണ്ണിന് ഗർഭമുണ്ടായാലും ഇപ്പുറത്തുണ്ടായാലും അതിന്റെ അപ്പുറത്തുണ്ടായാലും ഒക്കെ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ഉമ്മളുണ്ടാക്കിയതാ. അതിന്റെ പിന്നിൽ ഉമ്മളായിരുന്നു എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ പോലെ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ചെയ്തത് ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമല്ലേ? ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളാ, മുസ്ലിംകളുടെ ശത്രുക്കളാ. എവിടെ ഏതെങ്കിലും സ്ഥലത്ത് ശത്രു വിജയിക്കുകയും മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇവരുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5-6 വർഷം മുമ്പ് മാറാട് കലാപം ഉണ്ടായി.